എനിക്കും വന്ന ഒരു കൊളാബ് റിക്വസ്റ്റ്. ഒരു മിൽക്ക് മിക്സ് കമ്പനിയുടെ ഡോക്ടറെ നിങ്ങളുടെ റേറ്റ് പറഞ്ഞോളൂ, പകരം ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ മതി. 3 ആൺപിള്ളേരെ ഞാൻ വളർത്തി. പശുവും പാല് കുടിക്കാൻ ഞാൻ അവരെ ഒരു കാലത്ത് നിർബന്ധിച്ചിട്ടില്ല. പാലിനകത്ത് പൊടികൾ കലക്കി ഞാൻ ഒരിക്കലും കൊടുത്തിട്ടുമില്ല. എന്റെ ഹസ്ബൻഡ് ആവറേജ് ഹൈറ്റും എനിക്ക് ആവറേജിൽ കുറഞ്ഞ ഹൈറ്റും ആയിട്ടും എന്റെ 3 ആൺമക്കൾക്കും ആവശ്യത്തിലധികം പൊക്കവും വളർച്ചയുമുണ്ട്. എല്ലാ പേരൻസിനോടും എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഈ പ്രോഡക്റ്റ് വളരെ നല്ലതാണെന്ന് ഏതൊരു ഇൻഫ്ലുവൻസർ അമ്മമാരോ സിനിമാ താരങ്ങളോ പറയുമ്പോൾ നിങ്ങൾ 4 കാര്യങ്ങൾ ചിന്തിക്കുക. 1, ഈ പ്രൊഡക്റ്റിന് എന്ത് മെഡിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് എവിഡൻസ് ആണ് ഉള്ളത്. 2, ഇത് പ്രൊമോട്ട് ചെയ്യാൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഈ പറയുന്ന ആൾക്കുള്ളത്. ഫോളോവർ കൗണ്ട് കൂടുതലുള്ളത് ഒരു ക്വാളിഫിക്കേഷൻ അല്ല. 3, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന വഴി ആ ഇൻഫ്ലുവൻസർക്ക് പൈസ കിട്ടുന്നുണ്ടോ. 4, എന്റെ കുട്ടിക്ക് ശരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ. മിൽക്ക് മിക്സസിനെ പറ്റി ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് ഇതാണ്. ഇനി അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് പറയുന്നതോ ഇതാണ്. ഈ 2 ഓർഗനൈസേഷൻസും വേണ്ട എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എന്ത് അതോറിറ്റിയിലാണ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അമ്മമാര് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഫാഷൻ പ്രൊമോട്ട് ചെയ്തോ, മേക്കപ്പ് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തോ, റെസ്റ്റോറൻറ്റ്സ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം പ്രൊമോട്ട് ചെയ്തോ. പക്ഷെ വളർന്നു വരുന്ന നമ്മുടെ അടുത്ത തലമുറയുടെ ആരോഗ്യത്തെ വിറ്റ് നിങ്ങൾ കാശുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഡ്രോ ദി ലൈൻ സംവേ. ഇറ്റ്സ് എ റിക്വസ്റ്റ്.